നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടപ്പോഴാണ് തോന്നുന്നത് നമ്മുടെ കാറിൽ ഫ്രണ്ടിൽ മുഴുവൻ വരച്ച് കുറിച്ച് ഒരു ലാഭമില്ലാത്ത ഒരു ഉപകാരമില്ലാത്ത ഒരു ഉപകാരം. എന്ത് പറയാം, ഫുള്ള് വരച്ച് കുറിച്ച് ബോണറ്റ് മുഴുവൻ ഒരു സ്റ്റെപ്പ് കണ്ടു. അപ്പോൾ അത് 2 സ്ഥലത്തേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ നിറയെ കാക്കോലോ എന്തൊക്കെ കൊണ്ട് വരച്ച് കുറിച്ച് വെച്ചേക്കും. മഞ്ഞ് മൂടി കിടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. അപ്പോൾ നമ്മൾ റോഡിൽ പോയപ്പോഴത്തേക്കുള്ള ഒരു സ്ഥലമാണ് ഏലപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാഞ്ചാലി മേടിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. എപ്പോഴും വേണം പൊട്ടാം, ആ കടക്കിന് നിൽക്കുകയാണ്. എപ്പോഴും വേണം മഴ പെയ്യാം, കുടയൊന്നും കയ്യിലില്ല. എന്നാലും താക്കോലൊക്കെ കുത്തി വരയ്ക്കുന്നത് അവർക്കൊരു വിഷമം കാണില്ല. ഇതിപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ വാങ്ങിച്ച് നമ്മളെന്ത് ഇതായിട്ട് നമ്മൾ കൊണ്ട് നടക്കണം. അപ്പോൾ നമ്മളായിരുന്നാലും ആരായിരുന്നാലും ഭയങ്കര സന്തോഷത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിലെ നമ്മൾ ഈ ട്രിപ്പിന് പോയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കിയിട്ടാണ് വന്നത് എത്രത്തോളം ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണിയണമല്ലോ, അങ്ങനെ നോക്കിയിട്ടാണ് വന്നത്. പക്ഷേ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് 2 സ്ഥലത്തായിട്ട് ചെറുതായിട്ട്, പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ നിറയെ കാക്കുറൂക്ര വരച്ച് കുറിച്ച് വെച്ചൊക്കെയാണ്. ആരായിരുന്നാലും അങ്ങനെ ചെയ്യുന്നവർക്ക് അത് എന്ത് പറയാൻ അല്ലേ. ഓക്കെ, നമ്മൾ അപ്പോൾ ചോറൊക്കെ കഴിച്ചു. ഇപ്പം നമ്മളുള്ളത് വാഗമണാണ്. നമുക്ക് ഇനി പോകാനുള്ളത് പാഞ്ചാലിമേടാണ്. ഏകദേശം വാഗമണിൽ നിന്ന് 35 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പാഞ്ചാലിമേട് എത്താൻ വേണ്ടിയിട്ട്. വാഗമണിൽ നിന്ന് അല്പം മാത്രമേ നമ്മൾ മാറിയുള്ളൂ. നമുക്ക് സൗകര്യത്തിനൊരു കട കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിന് ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്കാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്ററാണ് ഉള്ളത് പാഞ്ചാലിമേട്ടിലേക്ക്. ഇന്നത്തെ ദിവസം നല്ല കാലാവസ്ഥ, മഴ പെയ്തിട്ടില്ല ഇതുവരെ. എന്തായാലും ജീപ്പിലുള്ള സവാരി അടിപൊളിയായിരുന്നു. ഇനി പാഞ്ചാലിമേട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ എപ്പിസോഡുകൾ കാണുന്ന എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയണ്ട. ഓൾ കേരള ട്രിപ്പാണ്. 14 ജില്ലകളിലെയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 പേര് ചേർന്ന് നടത്തുന്ന ഒരു ഓൾ കേരള ട്രിപ്പിൻ്റെ എപ്പിസോഡുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് വേറെ ആരുമല്ല, ഗ്രേസ് മീഡിയ ആണ്. അതായത് എൻ്റെ തന്നെ സ്ഥാപനമാണ്. വെഡ്ഡിങ് വർക്കുകളും അതുപോലെ തന്നെ ആൽബം, ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി അതുപോലെ തുടങ്ങിയ മീഡിയ സൈഡിൽ നിൽക്കുന്ന വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് വെഡ്ഡിങ്, വീഡിയോ, ആൽബം അതാണ് ചെയ്യുന്നത്. എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് വർക്കുകൾ ചെയ്ത് തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. എന്തായാലും നമ്മുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണിന്ന്. മഴ അല്പം പോലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മുടെ യാത്രയ്ക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ്. കാഴ്ചകൾ വളരെ ഗംഭീരമാണ്. റോഡ് സൈഡിലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ വളരെ മനോഹരമായിട്ട് അടുങ്ങി ഏക്കർ കണക്കിന് നിൽക്കുന്ന കാഴ്ച. മൂന്നാർ പോകുമ്പോഴും അതുപോലെ തന്നെ വയനാട്, പിന്നെ നമ്മുടെ തൊട്ടടുത്ത തിരുവനന്തപുരത്ത് പൊന്മുടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും. ഏക്കർ കണക്ക് നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ വളരെ മനോഹരമായിട്ട് റോഡ് സൈഡിൽ നമുക്ക് ഒരു ദൃശ്യഭംഗി ഒരുക്കുന്നുണ്ട്. എന്തായാലും കാഴ്ചകൾ കണ്ട് നമുക്ക് നേരെ പോവാം പാഞ്ചാലിമേട്ടിലേക്ക്.
ഇപ്പോൾ ആ തേയിലത്തോട്ടങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു സൈഡ് നല്ല പാറക്കെട്ടുകളാണ്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാടിൻ്റെ ഭംഗി നൽകുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്തായാലും ഈ റോഡ് വളരെ രസമാണ് കേട്ടോ. നമ്മൾ പോയതിൽ ഒരു തിരക്കുമില്ല. വളരെ ദൃശ്യഭംഗി തരുന്ന കാഴ്ചകൾ, തേയിലത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ പാറക്കെട്ടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, അരുവികൾ, വളരെ മനോഹരമായിട്ട് കാഴ്ച നൽകുന്ന ഒരു റോഡ്. നമ്മൾ വാഗമണിൽ നിന്ന് പാഞ്ചാലിമേട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ യാത്രയിൽ പോയത് അത്രയും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വളരെ സംശയം തോന്നുന്ന കാര്യങ്ങൾ മാത്രം അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഏറ്റവും സഹായകമായതും ഗൂഗിൾ മാപ്പ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സഞ്ചരിച്ചതിന് ശേഷം ഏലപ്പാറ ടൗണിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഏലപ്പാറ എന്ന് പറയുന്നത് പീരുമേട് താലൂക്കിലെ ഒരു ഗ്രാമമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സുഖശീതളമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നു കേട്ടോ. വിശാലമായ തേയിലത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ഏലപ്പാറ സന്ദർശകരെ അതിശയിപ്പിക്കുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു. കുടിയേറ്റ പട്ടണമായിരുന്നു ഏലപ്പാറ. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പട്ടണം എന്ന് പറയുന്നത് ബോണാമി ആയിരുന്നു. അവിടെയായിരുന്നു അന്നത്തെ ചന്ത ഉണ്ടായിരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ലോകം മുഴുവൻ പ്ലേഗ് പടർന്നു പിടിച്ചതിന്റെ ഭാഗമായി ബോണാമി പ്രദേശത്തും പ്ലേഗ് ബാധിക്കുകയും അന്നത്തെ ബ്രിട്ടീഷ് പ്ലാന്റർമാരുണ്ടല്ലോ, രോഗം ബാധിച്ച ആളുകളെ ഒരു സ്ഥലത്ത് കൂട്ടമായി താമസിപ്പിക്കുകയും രാത്രി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് പ്ലേഗ് നിയന്ത്രണ വിധമാക്കി എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷമാണ് മാർക്കറ്റ് അവിടെ നിന്നും ഇപ്പോഴുള്ള ഏലപ്പാറ പ്രദേശത്തേക്ക് മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. ഈ ഏലപ്പാറ ടൗണിന് ചുറ്റുമായിട്ട് അനേകം ചെറുതും വലുതുമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ ഉണ്ട്. അതിൽ ഭൂരിഭാഗവും സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ. കൂടാതെ തോട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊന്നാണ് കുട്ടിക്കാനത്തിനടുത്ത് പള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് CSI പള്ളി. ഇത് പഴയ കാലത്ത് ബ്രിട്ടീഷ് ചർച്ച് ആയിരുന്നു. ഏലപ്പാറയുടെ പരിസര പ്രദേശങ്ങളിലെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കിയതിൽ പങ്കാളികളായ പല ബ്രിട്ടീഷ് പ്രമുഖരും ഈ പള്ളിയുടെ സെമിത്തേരിയിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തേയിലത്തോട്ട മേഖലകളിൽ ഒന്നാണ് ഏലപ്പാറയും. കൂടാതെ കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയ ധാരാളം സുഗന്ധവ്യഞ്ജന വിളകളും ഈ പ്രദേശത്ത് ഉള്ള ചെറുകിട കർഷകർ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തിൽ നിലവിലുണ്ട്. ആശുപത്രികളുടെ അപര്യാപ്തത ഇപ്പോഴും പ്രകടമാണ്. പ്രശസ്തമായ കോഴിക്കാനം കുരിശുമലയും ഏലപ്പാറ ടൗണിന് സമീപത്ത് തന്നെയാണ്. ഹെലിബറിയ എന്ന സ്ഥലത്തെ ശുദ്ധജല വിതരണ പദ്ധതി കേരളത്തിൽ തന്നെ വലിയ കുടിവെള്ള പദ്ധതികളിൽ ഒന്നാണ്. സമീപ പ്രദേശങ്ങളിലെ വാഗമൺ, ഏലപ്പാറ, മഞ്ചുമല, പീരുമേട്, പെരുവന്താനം, കുക്കയാർ വില്ലേജുകളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. പഞ്ചായത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയം ബോണാമിയിലെ ലൂതർ മിഷൻ പള്ളിയാണ്. ആദ്യത്തെ ഹൈന്ദവ ദേവാലയം ഉപ്പുകുളം ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. പഞ്ചായത്തിലെ തന്നെ ഉപ്പുകുളത്ത് നിന്നാണ് മണിമലയാർ ആരംഭിക്കുന്നത്. മീനച്ചിലാറിന്റെ ഉത്ഭവമാകട്ടെ കോലാഹലമേട് വാർഡിന്റെ അതിർത്തിയിൽ നിന്നാണ്. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ജോൺ ദാനിയൽ മെൻഡ്രോ ആണ് ഇന്നത്തെ ഇടുക്കി ജില്ലയിലെ തോട്ട വ്യവസായങ്ങൾക്ക് പുരോഗതിക്ക് അടിത്തറ പാകിയത്. തോട്ട വ്യവസായം പഞ്ചായത്തിന്റെയും പീരുമേട് താലൂക്കിന്റെയും മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. മൺട്രോയുടെ ശവകുടീരം പള്ളിക്കുന്ന് CSI പള്ളി സെമിത്തേരിയിലാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഏലപ്പാറ എന്ന് പറയുന്ന ടൗണിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ റോഡ് പോയപ്പോഴത്തേക്കുള്ള ഒരു സ്ഥലമാണ് ഏലപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാഞ്ചാലിമേടിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. കാര്യം നമുക്ക് ദൂരെ റോഡ് കാണാം. അതിൻ്റെ ഇപ്പുറത്തോട്ട് തന്നെ ഒരു തോട് അല്ലെങ്കിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ റോഡിങ്ങനെ പലയിടത്തൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര ഏക്കറാണെന്ന് അറിഞ്ഞൂടെ, എത്ര ഏക്കർ ആണെന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെ തേയിലപ്പാടം ഇങ്ങനെ ഒരു രക്ഷയില്ല. അവിടെയാണ് ഏലപ്പാറ ജംഗ്ഷൻ. അതിനിടയ്ക്കൂടെ ഇങ്ങനെ തുടങ്ങിയതായി ഇങ്ങനെ വന്ന് ഇത്രയും ഏക്കർ കണക്കിന് അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട് കാണാൻ. ഇതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഏക്കർ കണക്കിന് തേയിലപ്പാടങ്ങളുണ്ട്. അതിനിടയ്ക്ക് കുഞ്ഞു മരങ്ങളുണ്ട്. ഒരു വല്ലാത്തൊരു വ്യൂ ആണിത്. ഇടയ്ക്ക് മാത്രം ചെറിയ വീടുകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. മെയിൻ റോഡ് ഇവിടെയാണ്. ഇതാണ് മെയിൻ റോഡ്. നമ്മളെ വണ്ടി ഇതാ കിടപ്പുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി ഒരു വ്യൂ ആണ്. കുറേ സമയം നമ്മൾ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് സമയം ചിലവഴിക്കാൻ ഉള്ളവർക്ക് ഇവിടെ വന്നിരുന്ന്
സമയം ചിലവഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം മാരകമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ജംഗ്ഷൻ ആ ഒരു ബസ് വരുന്നു, പ്രൈവറ്റ് ബസ്സാണ്. ആ നീല കളറിലുള്ളൊരു ബസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് പാഞ്ചാലിമേടിലേക്കാണ്. അവിടെ ടിക്കറ്റാണ്. ടിക്കറ്റ് റേറ്റ് കാര്യങ്ങൾ സമയമൊന്നും അറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മുന്നോട്ട് പോയി പാഞ്ചാലിമേട്ടിലോട്ടുള്ള വിശേഷം കൂടെ കാണാതെ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട്. ഈ വരുമ്പോൾ ആര് വരുമ്പോഴും ഏലപ്പാറയ്ക്ക് തൊട്ട് മുന്നേ ഉള്ളൊരു ജംഗ്ഷൻ ഇത്. ആ ഒരു റോഡിൻ്റെ കിടപ്പും തേയിലപ്പാടങ്ങൾ കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിവിടുന്ന് യാത്ര വരികയാണ് പാഞ്ചാലിമേട്ടിലേക്ക്. വാഗമണിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ഏകദേശം 25 കിലോമീറ്റർ പിന്നിടുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കുട്ടിക്കാനം ജംഗ്ഷനിലാണ് കേട്ടോ. കുട്ടിക്കാനം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലാണ് ഈ കുട്ടിക്കാനം സ്ഥിതി ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ചങ്ങനാശ്ശേരി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ പ്രദേശം ജനവാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. 1756-ൽ തിരുവിതാംകൂർ രാജാവ് ചങ്ങനാശ്ശേരി കീഴടക്കി ഈ സ്ഥലം തന്റെ കീഴിലാക്കി. ഒരു ചർച്ച് മിഷൻ സൊസൈറ്റി മിഷണറി ഹെൻറി ബേക്കർ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിച്ചു. ശ്രീമൂലം തിരുനാളിന്റെ ഭരണത്തിന് കീഴിൽ ഇവ തേയിലത്തോട്ടങ്ങളായി മാറി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കുട്ടിക്കാനം ഒരു അപ്പ് മാർക്കറ്റ് റിസോർട്ടായി മാറി. ആദ്യം റോഡിലായിരുന്നു, ഒരു പാത മാത്രമേ ഉണ്ടായിരുന്നതിനാൽ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ സംസ്ഥാനത്തെ ആദ്യത്തെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ ഏരിയൽ റോപ്പ് വേ ലിമിറ്റഡ് ആരംഭിച്ചു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല കൊട്ടാരം കുട്ടിക്കാനത്തായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിനുശേഷവും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുട്ടിക്കാനത്തേക്ക് മനുഷ്യശക്തികളെ കൊണ്ടുവന്നിരുന്നു. ഈ കുടിയേറ്റ തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് കുട്ടിക്കാനത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊക്കെയാണ് കുട്ടിക്കാനം ടൗണിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് വേഗം പോവാം മുന്നോട്ട് പാഞ്ചാലിമേട്ടിലേക്ക്. പാഞ്ചാലിമേട് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. ദേശീയപാത 183 മുറിഞ്ഞ പുഴയിൽ നിന്ന് കണയങ്ക വയൽ പോകുന്ന ഭാഗത്തിലാണ് ഈ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. KK റോഡിലെ മുറിഞ്ഞ പുഴയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് വരുമ്പോൾ മുണ്ടക്കയം തെക്കേ മല വഴിയും ഇവിടെ എത്തിച്ചേരാം. മുണ്ടക്കയത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് പാഞ്ചാലിമേടുള്ളത്. ഇവിടുത്തെ ഐതിഹ്യം അനുസരിച്ച് പാണ്ഡവന്മാർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു. വനവാസ കാലത്ത് അവർ പാഞ്ചാലിമത്ത് ഇവിടെ എത്തിച്ചേരുകയും അതിനാൽ ഈ പ്രദേശം പിന്നീട് പാഞ്ചാലിമേട് എന്നറിയപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ ഭീമന്റെ കാൽപ്പാടുകൾ ഉള്ള ഒരു ഗുഹ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും നമുക്ക് പാഞ്ചാലിമേട്ടിലേക്ക് കയറി അതിനകത്തുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അവിടെ ചോറ കഴിച്ചിട്ട് ഇങ്ങനെ പോന്നു. ഇവിടെ പാഞ്ചാലിമേടെത്തി. പക്ഷേ അവിടെ പൈൻ ഫോറസ്റ്റ് പിന്നെന്താണ് തങ്ങൾപ്പാറ, ഈ 2 സ്ഥലം നമ്മൾ വിട്ടുപോയി. അപ്പോൾ നേരെ നമ്മൾ പാഞ്ചാലിമേട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ജസ്റ്റ് നമുക്കൊന്ന് കയറി കണ്ടിട്ട് വരാം. ടിക്കറ്റ് എഴുതിയിട്ടുണ്ട് 15 രൂപ, കൊച്ചു പിള്ളേർക്ക് അഡൽട്ട് 25 രൂപ, സീനിയർ സിറ്റിസൺ 15 രൂപ, ക്യാമറ 60 രൂപ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള റേറ്റുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് അകത്തൊരു ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്ത് കയറിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തു. ക്യാമറയ്ക്ക് 60 രൂപ, അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ്. ഓരോരുത്തർക്കും 25, പിന്നെ സീനിയർ സിറ്റിസൺ 15, അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ്. ഇതൊരു പാർക്ക് പോലെയാണ്. പിന്നെ ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കാരണം ലൊക്കേഷൻ സെറ്റാണ്, അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ ഇതിനെ കൽമണ്ഡപം പോലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർച്ചിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ നടപ്പാതയുണ്ട്, സൈഡിലേക്കും പോകാൻ പറ്റും. അവിടെ ഫുള്ള് പുല്ല് വളർന്ന് നിൽക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുരിശ് നിർത്തിയിട്ടുണ്ട്. ഇതുവഴി നമുക്ക് നടന്ന് കുറേ ദൂരമുണ്ട് ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറി വന്നത് അവിടെ നിന്നാണ്. നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ബാക്കിൽ വൈഡായിട്ടുള്ളൊരു നല്ലൊരു വ്യൂ കിട്ടും. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ
നേരത്തെ പറഞ്ഞ പോലെ കല്യാണ ഷൂട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കുറേ സമയം ചിലവഴിക്കാൻ ഇവിടെ ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കും ഒരുപാട് സമയം ചിലവഴിക്കാൻ ഇതിനകത്ത് പറ്റും. അങ്ങ് അകത്തോട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ കുരിശ് നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാവ് പോലെ എന്തോ തുണിയൊക്കെ കെട്ടി മാലയൊക്കെ കെട്ടി എനിക്കറിയാം ഒരു കാവ് ആവാനുള്ള സാധ്യതയുണ്ട്. 1-2 സ്ഥലം മിസ്സായി. പൈൻ ഫോറസ്റ്റും പിന്നെ അവിടെ തങ്ങൾപ്പാറ 2 സ്ഥലം എഴുതി വെച്ചിട്ട് ഞാൻ മറന്നുപോയി. ട്രക്കിങ് കഴിഞ്ഞിങ്ങ് പോന്നു. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോപ്പ് കാർ അതുപോലത്തെ സംഭവമുണ്ട്. 350 രൂപയാണ് ഒരാൾക്ക് അതിൻ്റെ ചാർജ് എന്ന് പറയണത്. നമ്മളങ്ങോട്ട് പോയില്ല. അവിടെ അവിടെയാണ് റോപ്പ് കാർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് നേരെ അങ്ങ് ടോപ്പ് വരെ പോകാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൽമണ്ഡപം താഴെ കണ്ടുപോലത്തെ കൽമണ്ഡപങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഈ സൈഡാണ് നല്ല വ്യൂ എന്ന് പറയുന്നത്. ഈ ചെയർ ഇവിടെ ചെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി, നല്ല തണുത്ത കാറ്റുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം നമുക്കിവിടെ ഇരിക്കും. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. ഇത്രയും വൈഡായിട്ടുള്ള കാഴ്ചകളും കണ്ട് അതിലുപരി നല്ല തണുത്ത കാറ്റുണ്ട്. കൊള്ളാം, അടിപൊളി. 25 രൂപ നഷ്ടമാവില്ല. എന്തായിരുന്നാലും കുറേ സമയം ചിലവഴിക്കണം അതിനകത്ത് വന്നിട്ട്. പെട്ടെന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. ഇതുവഴി അങ്ങനെയൊക്കെ നടന്നു പോയി അതൊക്കെ ഇവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു നഷ്ടമില്ല. നമുക്കിവിടെ നിന്നാലും ഒരു വെള്ളച്ചെടുത്തോ അവിടെ നൂല് പോലെ കാണാം. ഈ ക്യാമറയിൽ ആ നൂല് പോലെ കാണാം. കുറച്ച് ആൾക്കാരൊക്കെ ഇതിനകത്തുള്ളൂ. ഇപ്പം തിരക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ടോപ്പ് കാറിന്. നമ്മൾ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ ടിക്കറ്റ് പോലും ഇല്ലായിരുന്നു. ഞാനും പപ്പയും ചേട്ടനും കൂടെ ഇതുപോലെ മുന്നേ ഒരിക്കൽ ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടിക്കറ്റ് പോലും ഇല്ലായിരുന്നു. ആർക്കും എപ്പോഴും കയറി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയത്. ടിക്കറ്റൊക്കെ ആയിട്ട് വർഷങ്ങളായി. അല്ല, ആദ്യം നമ്മൾ ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു മനോഹര കാഴ്ച എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് വെയിൽ, അവിടെ വെയിലുണ്ടായിരുന്നു. തൊട്ട് മുകളിൽ കാർമേഘമുണ്ട്. പിന്നെ ഇവിടെ എത്രയും കറുത്ത് കിടക്കുകയാണ്, ഇവിടെയും കറുത്ത് കിടക്കുകയാണ്. എപ്പോഴും വേണോ പൊട്ടാം, എപ്പോഴും വേണോ പൊട്ടാം. ആ കടക്കിൽ നിൽക്കുകയാണ്. എപ്പോഴും വേണോ മഴ പെയ്യും. കുടയൊന്നും കയ്യിലില്ല. ഇനിയിപ്പം ചെന്നറിഞ്ഞ വണ്ടി കയറുക, അടുത്ത സ്ഥലത്തോട്ട് പോവാം. എന്തായിരുന്നാലും 2 സ്ഥലം മിസ്സായി. അത് പോട്ടെ, കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കവർ ചെയ്യാം ഓട്ടത്തിൽ. ഇനി നാളത്തെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കത് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ പിടിക്കാം, ഇല്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. പോട്ടെ, നോക്കാം. ഇവിടെ ഒരു കുരിശ് നിർത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലം എന്തോ ഇതിനകത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലാണ് അതിൻ്റെ മെയിനായിട്ട് വ്യൂ പോയിൻ്റ്. ടോപ്പ് വരെ പോകാൻ പറ്റും. ഇതുവഴി ഇങ്ങനെ നടന്ന് ടോപ്പിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു കുളമുണ്ട്. പിന്നെ റോപ്പ് കാറിൻ്റെത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിയും നമുക്കിന്ന് വൈകുന്നേരം ഇടുക്കിയിലാണ് സ്റ്റേ. അതുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണ്. സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും തന്നെ 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പരുന്തുംപാറ പോകണം. അങ്ങനെയുള്ള 1-2 സ്ഥലങ്ങളൂടെ കവർ ചെയ്ത് നമ്മൾ നേരെ ഇടുക്കിക്ക് വിടുകയാണ്. മഞ്ഞ് മൂടി കിടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ കയറി വന്ന അപ്പുറത്തൂടെയാണ് ടാർട്ട അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒരു വഴിയുണ്ട്. ഇത് ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴിയാണ്. അത് ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാലേ വൈകുന്നേരം സമയം ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരിക്കാൻ തോന്നും. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറുന്നവർ ഇതുപോലെ നമ്മളെ പോലെ പെട്ടെന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് കയറണ്ട. കാര്യം നഷ്ടമാവില്ല. കഴിഞ്ഞ ഇവിടെ കുറേ സമയം ചിലവഴിക്കാറുണ്ട്. നല്ല തണുത്ത കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം മഴ പെയ്തില്ല. നമ്മൾ ട്രിപ്പായിട്ട് ഇറങ്ങിയ എല്ലാ ദിവസവും മഴ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും. അപ്പോൾ അവരൊന്നും കയറിയില്ല. ഞാനും പപ്പയും മാത്രമേ ഇനി വന്നുള്ളൂ. ഇനി നമ്മൾ നേരെ വിടുകയാണ് ഇവിടുന്ന്. ഇനി പരുന്തുംപാറ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇടുക്കിയിലോട്ട് പോകാനുള്ള.
ഇനി എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇവിടെ ഇറങ്ങുന്നതാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വളവിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വളഞ്ഞങ്ങാനം വാട്ടർഫാൾ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങുന്നത് എന്തിനാണെന്ന് അറിയാം. ഒന്നാമത് വെള്ളച്ചാട്ടം കാണുക, രണ്ടാമത്തെ പ്രാധാന്യം എന്നുള്ളത് ഒരു ചായ കൂടിയാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. എന്തായാലും നമ്മൾ പോയിട്ട് ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒരു ടീ ബ്രേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്നിറങ്ങാം. പാഞ്ചാലിമേട്ടിൽ നിന്ന് നമ്മൾ വളഞ്ഞങ്ങാനം എത്തിയിട്ടുണ്ട്. വളഞ്ഞങ്ങാനം എല്ലാവർക്കും അറിയാവുന്നതാണ്. റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളൊരു ചായക്കുടി സ്പോട്ടും കൂടെയാണ്. നമ്മളിതിന് ചായയും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. റോഡിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാം. അടിപൊളിയാണ്. ഈ ഒരു വലിയൊരു വളവിൻ്റെ നേരെയാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം വെള്ളമുണ്ട്, നല്ല ഫോഴ്സിൽ വെള്ളം ചാടുന്നുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോയി കാണാം. എന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്പെഷ്യലാണ് ചായ കുടി. അപ്പോൾ നമ്മൾ മിക്കവാറും ഇവിടെ വരുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങും. അപ്പോൾ മെയിൻ ഒരു ചായ കുടി സ്പോട്ടും കൂടെയാണ്. ഇത്ര ഉയരത്തിൽ വെള്ളം ചാടുന്നുണ്ട് മുകളിൽ നിന്ന്. ഇതുവഴി പഠിക്കട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട് വേണമെങ്കിൽ ഇറങ്ങി നിന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാം. എന്തായാലും ഇവിടെ നിന്ന് കാണുന്നത് പോലെ തന്നെയാണ് താഴോട്ട് ഇറങ്ങിയാലും. ഇത്ര ഹൈറ്റിലാണ് വെള്ളം വരുന്നത്. ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ വെള്ളം നനഞ്ഞ് ആണ് നിൽക്കുന്നത്. ഓക്കെ, റോഡിൻ്റെ സൈഡിലാണ്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടം. ഇന്നൊരാജാണ് ബ്രെഡ് റോസ്റ്റ് ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഉള്ളിവട എന്തോ ആണ് ബ്രെഡ് റോസ്റ്റ്. ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ബ്രെഡ് റോസ്റ്റ്. ഇപ്പം ഇല്ല, തീർന്നുപോയി. അപ്പോൾ ഇവിടുത്തെ ഉള്ളിവട ആയിരിക്കണം. എന്തായിരുന്നാലും വാങ്ങിച്ച് നമുക്ക് ചായ ഉണ്ട്, നമ്മളെ കയ്യിൽ തന്നെ ചായ ഉണ്ട്, ചായ കുടിക്കാം. ഇത് അവിടുത്തെ വാങ്ങിച്ചതാണ്. ഉള്ളിവടയാണ്. ഉള്ളിവട അല്ലേ? ഉള്ളിവട അല്ലേ ഇത്? ഉള്ളിവട. നമ്മൾ അവിടുത്തെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, രൂപവും വ്യത്യാസമുണ്ട്, കളറും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ടൈപ്പ് ഉള്ളിവടയാണ്. സംഭവം കൊള്ളാം കഴിക്കാൻ വേണ്ടിയിട്ട്. ചായ നമ്മളതിലുണ്ടായിരുന്നു. നമ്മൾ ചൂടുള്ളിവട. അതിനടുത്ത് വാഴയ്ക്കപ്പോൾ അവിടെ റെഡി ആവുന്നുണ്ട്. ടൈമിൻ്റെ കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ബ്രെഡ് റോസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ അത് വാങ്ങാനാണ് പോയത്. ഇവിടെ ഇന്ന് കടകളൊക്കെ അടക്കമാണ്. കിട്ടിയത് ചൂടോടെ കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി ചായ കുടിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡൊക്കെ കാണുന്നവർക്കറിയാം, നമ്മുടെ പ്ലാനിങ് പോകുന്ന വഴി ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ. അതുകൊണ്ട് പരിപാടിയിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അധികാരവും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ളവർ തന്നെ മതിയാവും. നമ്മൾ രാവിലെ പറഞ്ഞു നമ്മൾ രാമക്കൽമേട് ട്രക്കിങ്ങിനാണ് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നു. നമ്മൾ വാഗമൺ ട്രക്കിങ്ങിനാണ് പോയത്. വൈകുന്നേരം നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് പറയുകയുണ്ടായി നമ്മുടെ യാത്രയിൽ മിസ്സായ 2 സ്ഥലം. അപ്പോൾ പാഞ്ചാലിമേട് ഇങ്ങ് വന്നപ്പോൾ നമുക്ക് കുറച്ച് ഓട്ടം കൂടുതലായി. എന്നാലും ആ ഒരു വിഷമം മനസ്സിലുണ്ട് കേട്ടോ. നമുക്ക് അത്രമേൽ ആഗ്രഹിച്ചിരുന്നു ആ ഒരു പൈൻ ഫോറസ്റ്റിൽ നമുക്ക് പോകണമെന്നുള്ളത്, തങ്ങൾപ്പാറയും പോകണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 2 റോഡ് നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം നമുക്ക് ഇടുക്കി പോകാൻ വേണ്ടിയിട്ട് ഏകദേശമൊക്കെ ഒരേ കണക്കിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വന്ന റോഡ് പിന്നെയും നമ്മൾ തിരിച്ചു പോവുകയാണ് പൈൻ ഫോറസ്റ്റിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യാത്രകൾ. നമ്മൾ പോകും വഴി നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ നമ്മുടെ റൂം കണക്കാക്കിയിട്ടുള്ള റൂട്ട് പിടിച്ച് നല്ല സ്ഥലങ്ങൾ മാക്സിമം നല്ലത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ യാത്രയിൽ ശ്രദ്ധിക്കുക. അതാണ്ട് ഇപ്പോൾ കയറി വന്ന കാറ് കണ്ടോ, നമ്മൾ നന്നായിട്ട് ഹോണൊക്കെ അടിച്ച് വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. എന്നാലും അവർ ചിലപ്പോൾ അവരെ കുറ്റം പറഞ്ഞതല്ല, അവർ ചിലപ്പോൾ വാഹനം ഇല്ല എന്നുള്ള രീതിയിൽ കയറി വരണതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള യാത്രകൾ അല്ലെങ്കിൽ എപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ പോവുക. ഏത് വളവിലാണെങ്കിലും ഓപ്പോസിറ്റ് ഒരു വാഹനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പോവുക. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വഴി നമ്മൾ കണ്ടുകൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യുക. നമ്മുടെ യാത്രയിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞത്.
അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്ന പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഇപ്പോൾ തന്നെ നേരം ഒരുപാട് സന്ധ്യ ആയിട്ടുണ്ട്. നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെ പോയതിന് ശേഷം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഈ യാത്രയിൽ മിസ്സായതാണ്. നമ്മൾ രാവിലെ വാഗമൺ ഉണ്ടായിരുന്നു, അതിനടുത്തായിരുന്നു ഈ പൈൻ ഫോറസ്റ്റൊക്കെ. നമുക്ക് ഇവിടെ കണ്ടിട്ട് അങ്ങോട്ട് പോയാലും മതിയായിരുന്നു. പക്ഷേ രാമക്കൽ മേടിലെ ജീപ്പ് ട്രക്കിങ് നമ്മൾ മിസ്സാക്കിയതുകൊണ്ടാണ്, അത് ഒഴിവാക്കിയതുകൊണ്ടാണ് നമ്മൾ നേരെ പാഞ്ചാലി മേടിലേക്ക് പോയത്. പിന്നെ അവിടെ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് റൂമിൻ്റെ ഡിസ്റ്റൻസ് കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് പോയാൽ നമുക്ക് ഈ സ്ഥലങ്ങളും കൂടെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇതുപോലുള്ള പല മണ്ടത്തരങ്ങളും നമ്മുടെ ട്രിപ്പിൽ വന്നേക്കാം. കാരണം നമ്മൾ ഈ റൂട്ടുകളൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ മാപ്പിനെ ആശ്രയിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെയാണ് സ്ഥലം ഇവിടെയാണ് സ്ഥലം എന്നുള്ള ഒരു കണക്കൂട്ടൽ മനസ്സിലില്ല. നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ച് പോകണമെന്നാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ കടകളൊക്കെ എല്ലാം ഓപ്പൺ അല്ല കേട്ടോ. നമ്മൾ രാവിലെ പോയപ്പോഴും വാഗമണ്ണും ക്ലോസ് ആണ്. ഇവിടെയും വളരെ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്നറിയില്ല. ഇനി സീസൺ അല്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. നമ്മുടെ കാറ് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പ്രദേശം വളരെ മനോഹരമാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഇവിടെ വരുമ്പോൾ വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രൗണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കച്ചവട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഉള്ളതും തുറന്നിട്ടില്ല. വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. എന്തായിരുന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാം. സ്നാക്സ് വാങ്ങാം, അതുപോലെ തേയിലപ്പൊടികൾ, അതുപോലെ തേൻ മുട്ടായി അല്ലെങ്കിൽ തേൻ നെല്ലിക്ക, അതുപോലെ കളിപ്പാട്ടങ്ങൾ, കുടകൾ, കണ്ണാടികൾ, അങ്ങനെ തുടങ്ങിയ ടോയ്സ് ഐറ്റംസ്, തൊപ്പികൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഇത് നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ഇതിനകത്തേക്കാണ് നമുക്ക് പോയി പൈൻ ഫോറസ്റ്റ് കാണാൻ പറ്റുക. ആ വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് അകത്തേക്ക് പോയി അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ പൈൻ ഫോറസ്റ്റിന് അകത്ത് കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് പൈൻ മരങ്ങൾ അടുങ്ങി നിൽക്കുന്ന ഒരു മനോഹര കാഴ്ച. എനിക്ക് തോന്നുന്നു നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിച്ച സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാപ്പിൽ അങ്ങനെയാണ് കണ്ടത്. ഇവിടെ ഒരു പ്രത്യേകത ലൈവ് ഫോട്ടോ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുത്ത് നമുക്ക് അപ്പോഴും തന്നെ പ്രിൻ്റ് അടിച്ച് തരുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അത് അടിപൊളിയാണ്. ഈ ലൊക്കേഷനിൽ, അതായത് അടിപൊളി ഈ ലൊക്കേഷനിൽ നമുക്ക് നിന്ന് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രിൻ്റ് വാങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. വളരെ സിനിമകളുടെ ലൊക്കേഷൻ ആവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലൊക്കേഷനാണ്. അടിപൊളിയാണ്. ഈ പോകുന്ന വഴികളിൽ മൃഗങ്ങളെയും അതുപോലെ തന്നെ പക്ഷികളെയും പൂക്കളെയും കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഈ കാറ്റടിക്കുമ്പോഴുണ്ടല്ലോ ഒരു വല്ലാത്തൊരു സൗണ്ടാണ്, വലിയ പെരുമഴ പെയ്യുന്ന ഒരു സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുക. അടിപൊളി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ എന്താണ് പരുന്തുംപാറ, പിന്നെ ദൂരമുണ്ട്, പിന്നെ ഇടുക്കി കയറണമെങ്കിൽ ദൂരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നേരെ പിന്നെയും തിരിച്ചു വന്നു. പോയ വഴി തന്നെ തിരിച്ചു വന്നു. എവിടെയാണ്? വാഗമണ്ണിൽ തന്നെ തിരിച്ചു വന്നിട്ട് നമ്മളെ മിസ്സായ സ്ഥലം പൈൻ ഫോറസ്റ്റ്. ഇനി തങ്ങൾപ്പാറ പോകാൻ പറ്റുമെന്ന് അറിയില്ല, ലൈറ്റിൻ്റെ കണ്ടീഷൻ പോലെ. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റ് വന്നു. ഇവിടെ ടിക്കറ്റ് നിരക്ക് 10 രൂപയാണ്. ആൾക്ക് ഒന്നിന് 10 രൂപയാണ്. ടൈമിങ് അങ്ങനെ രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് സമയക്രമം. അപ്പോൾ വലിയ ആൾക്കാർക്ക് 10 രൂപ, കൊച്ചുങ്ങൾക്ക് 5 രൂപ. ഓഡിയോ പ്രശ്നമാവോ? ഓക്കെ. അപ്പോൾ അതാണ് ടിക്കറ്റ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി 100 രൂപയാണ് ടിക്കറ്റ്. നമുക്കിപ്പോൾ ഏകദേശം സമയം കഴിയാറായി. നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്ന് ഇനി തങ്ങൾപ്പാറ പറ്റുമെങ്കിലേ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ നേരെ ഇടുക്കിക്ക് വിടുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഈ പൈൻ മരങ്ങളാണുള്ളത്. ഇപ്പോൾ തിരക്ക് കുറവാണ്, പക്ഷേ ഒരു സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആളാണ്. അടിപൊളി സ്ഥലമാണ്, അതുകൊണ്ട് ഭയങ്കര ആളാണ്. നിറയെ ലൊക്കേഷനാണ്. നിറയെ പൈൻ മരങ്ങൾ ഇങ്ങനെ കാട് പോലെ നിൽപ്പുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച. ഇനി അടുത്ത സ്പോട്ടിൽ അല്ലെങ്കിൽ റൂമിലായിരിക്കും.
പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല. നാളെ നമ്മളൊന്ന് കൊടുക്കാം. ഓ അങ്ങനെ പാക്കറ്റ് ഉണ്ടോ? ചോക്ലേറ്റും ചോക്ലേറ്റ് ഇത് അല്ല ചോക്ലേറ്റിന്റെ ശേഖരമുണ്ട്. അതുപോലെ നെല്ലിക്ക, തേൻ നെല്ലിക്ക തേൻ നെല്ലിക്ക 5 50 രൂപ. നമുക്ക് സാപ്പിടാം. അപ്പോൾ തേൻ നെല്ലിക്ക ഇവിടെയൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ മൂന്നാർ ഈ സൈഡൊക്കെ വരുമ്പോൾ നമ്മളവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റിയാണ്. വെറൈറ്റി തോന്നിയുകൊണ്ടാണ് വാങ്ങിച്ചത്. നേരത്തെ നമ്മൾ ഉള്ളിയോടെ വാങ്ങിച്ചത് അതുപോലെ വാങ്ങിച്ചത്. നമ്മൾ ബാക്കിയൊക്കെ നമ്മളെ കയ്യിലുള്ള ഫുഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചായയും നമ്മളെല്ലാം ഇടുന്നുണ്ട്, പിന്നെ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെളിയിൽ നിന്നുള്ള ഫുഡുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചു. ഇത് അടിപൊളിയാണ് സാധനം, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് നോക്കാം. ഓടാ എന്താ പശുമ്പയോ? തേൻ നെല്ലിക്ക എല്ലാവർക്കും അറിയുന്നില്ല. ഒരെണ്ണം 10 രൂപ. അടിപൊളിയാണ്, സൂപ്പർ. ഈ ലൊക്കേഷൻ ചില സമയത്ത് വരുമ്പോൾ ഫുള്ളും പച്ചപ്പാറ്റ് കിടക്കും ഇവിടെ. അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ നമ്മുടെ കാറ് എന്ത് ചെയ്തിട്ടാണ് ഫുള്ളും വരച്ച് കുറിച്ച്. അടപ്പിലോട്ട് കഴിയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറക്കം കഴിയാണ്. ഇനി നമ്മൾ ഇടുക്കിയിലോട്ടാണ്. ഇടുക്കിയിലോട്ട് അത്യാവശ്യം ഇവിടുത്തെ ദൂരമുണ്ട്. ഇടുക്കിയിലാണ് നമ്മളിന്ന് റൂം എടുത്തിട്ടുള്ളത്. പൈൻ ഫോറസ്റ്റാണ് നമ്മളിന്ന് ലാസ്റ്റ് കണ്ടത്. അപ്പോൾ കോട്ടയം തുടങ്ങി ഇടുക്കി കയറി പിന്നെയും ഈ രണ്ടും ബോർഡറാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും. നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടപ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ കാറിൽ ഫ്രണ്ടിൽ മുഴുവൻ വരച്ച് കുറിച്ച് ഒരു ലാഭമില്ലാത്ത ഒരു ഉപകാരമില്ലാത്ത ഒരു ഉപകാരം. എന്ത് പറയാൻ, ഫുള്ള് വരച്ച് കുറിച്ച് ബോണറ്റ് മുഴുവൻ ഒരു സ്റ്റെപ്പ് കണ്ടു. അപ്പോൾ അത് 2 സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ നിറയെ കാക്കോലോ എന്തൊക്കെ കൊണ്ട് വരച്ച് കുറിച്ച് വെച്ചേക്കും. എന്ത് കിട്ടും എന്നാ അറിഞ്ഞൂടെ, എന്താണ് ഇതിൽ നിന്ന് ഒരു സന്തോഷം കിട്ടണമെന്ന് അറിഞ്ഞൂടെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അറിയാം. എന്നാലും താക്കോലൊക്കെ കുത്തി വരച്ച് വരയ്ക്കുന്നത് അവർക്കൊരു വിഷമം കാണില്ല. ഇതിപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ വാങ്ങിച്ച് നമ്മളെന്ത് ഇതായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളായിരുന്നാലും ആരായിരുന്നാലും ഭയങ്കര സന്തോഷത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിലെ നമ്മൾ ഈ ട്രിപ്പിന് പോയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കിയിട്ടാണ് വന്നത് എത്രത്തോളം ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണിയണമല്ലോ, അങ്ങനെ നോക്കിയിട്ടാണ് വന്നത്. പക്ഷേ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് 2 സ്ഥലത്തായിട്ട് ചെറുതായിട്ട്. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ നിറയെ കാക്കുറൂക്ര വരച്ച് കുറിച്ച് വെച്ചൊക്കെയാണ്. ആരായിരുന്നാലും അങ്ങനെ ചെയ്യുന്നവർക്ക് അത് എന്ത് പറയാൻ അല്ലേ. ഓക്കെ, എന്തായിരുന്നാലും നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വിടുകയാണ്. ഇനി നേരെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി PWD ഗസ്റ്റ് ഹൗസിലാണ്. നമ്മൾ ഇന്നത്തെ കറക്കോ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് റൂം ചെറുതോണി ഡാമിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇടുക്കി ടൗൺ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഇടുക്കി ടൗൺ കഴിഞ്ഞതിന് ശേഷം ചെറുതോണി ടൗണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ വരുന്നത്. നമ്മൾ ഏകദേശം റെസ്റ്റ് ഹൗസിനോട് അടുക്കുകയാണ്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഇന്നത്തെ ദിവസം. നമുക്ക് മഴയൊന്നും ഇന്ന് പ്രതികൂലമായിട്ട് നിന്നില്ല. എല്ലാ സ്ഥലങ്ങളും പോകാൻ ഉദ്ദേശിച്ച ഏകദേശം സ്ഥലങ്ങൾ നമുക്ക് ഓടി എത്താൻ പറ്റി. കുറച്ച് രാത്രിയായി നമ്മൾ റൂമിലേക്ക് എത്തുമ്പോൾ. മിക്ക ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ്, രാത്രിയാവും. നമ്മൾ ഏകദേശം ഒരു 5-6 മണി വരെ നമ്മുടെ
ഷൂട്ട് അല്ലെങ്കിൽ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് നിൽക്കും. അതിന് ശേഷം നമുക്ക് കുറച്ച് ദൂരം കാണും എന്തായിരുന്നാലും റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ഡാമിൻ്റെ ആ സൈഡ്, ചെറുതോണി ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് റൂമുള്ളത്. പകൽ നമുക്ക് നാളെ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയേക്കാം. അപ്പോൾ രാത്രി നമുക്കൊന്നും കണ്ടുകൂടാം. മാപ്പിൽ കാണാം ഇതിനടുത്തൊക്കെയാണ് ഡാമും അതിൻ്റെ റിസർവോയർ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ദിവസം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെക്കാൾ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന അടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കാഴ്ചകൾ വരുന്നുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തായിരുന്നാലും മറക്കാതെ കാണുക ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിലെ ഓൾ കേരള ട്രിപ്പിലെ എപ്പിസോഡുകൾ. സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, നാളെ കാണാം. ബൈ.